നരേന്ദ്രമോദിയുടേത് അമിത ആത്മവിശ്വാസമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു ആത്മവിശ്വാസമാണ്. പ്രത്യേകിച്ചും പാർലമെന്റിനുള്ളിൽ ഈ കൃത്യമായ നമ്പേഴ്സിലേക്ക് കടന്നുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് 2019 നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ 2024 അത് കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞതല്ല, അതിനപ്പുറത്തേക്ക് പോയാലും അതിശയപ്പെടേണ്ടതില്ല. ആ രീതിയിലുള്ള ഒരു പോൾ സ്ട്രാറ്റജിയാണ് ആദ്യം മുതൽ തന്നെ അവർ എടുത്തത്. അത് കൃത്യമായി അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് പലയിടങ്ങളിലും പ്രചാരണം നടത്തുകയായിരുന്നു. ഇന്നിപ്പോൾ പറഞ്ഞത് എന്താണ്? കോൺഗ്രസ് എന്ന കടയ്ക്ക് പൂട്ട് വീണു. പലരെയും ഇനി എവിടെ കാണാം? സന്ദർശക ഗ്യാലറിയിൽ കാണാം. അതായത് ഇനി പാർലമെന്റ് കാണണമെന്നുണ്ടെങ്കിൽ പാസ് എടുത്ത് സന്ദർശക ഗാലറി, അവിടെയും ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ സന്ദർശക ഗാലറിയിലേക്ക് വന്നാലേ കോൺഗ്രസിന് ഇനി അവിടേക്ക് കയറി വരാൻ കഴിയുകയുള്ളൂ. പലരും ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് രാജ്യസഭയിൽ സ്ഥിതി ഒക്കെ നോക്കി അവിടെ ഒന്ന് സേഫായി ഇരിക്കാനായിട്ട് പറയുന്നതും നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിയിൽ നരേന്ദ്രമോദി ഇന്ന് ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു ധൈര്യം പ്രതിപക്ഷത്തിന് നഷ്ടപ്പെട്ടു എന്ന് നരേന്ദ്രമോദി പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ മുന്നണിയിലെ പിളർപ്പ് തന്നെയാണ്. കോൺഗ്രസ് ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്രയുമായി രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും അയച്ചിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന കട അവിടെ പൂട്ടി. ആ താക്കോലും കൊണ്ടാണ് രാഹുൽ ഗാന്ധി നടന്നു തുടങ്ങിയത്. വരുന്ന വഴിക്കെല്ലാം ഓരോന്നോരോന്നായി പൂട്ടുന്നു. ബംഗാൾ വീഴുന്നു, അത് കഴിയുമ്പോൾ ബീഹാർ വീഴുന്നു, ജാർഖണ്ഡിൽ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റേണ്ടി വരുന്നു. അങ്ങനെ ഓരോ ഇടത്തും നഷ്ടം മാത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യ മുന്നണി മറുഭാഗത്തുള്ളപ്പോൾ 400 എന്ന് പറഞ്ഞതിൽ ഒരു അമിത ആത്മവിശ്വാസം കാണേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രതിപക്ഷത്ത് ദീർഘകാലം തുടരാനായിട്ടുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തെ നരേന്ദ്രമോദി അഭിനന്ദിക്കുകയാണ്. മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും. പ്രതിപക്ഷത്ത് തന്നെ തുടരാം. നല്ല ഒരു പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കാൻ കഴിയട്ടെ. പിന്നെ ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ചാണ് പിന്നീട് നരേന്ദ്രമോദി പറഞ്ഞത്. 11ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിലാണ് 2014 അധികാരത്തിലെത്തുന്നത്. പക്ഷേ ഇപ്പോൾ അത് 5ാം സ്ഥാനത്തെത്തുന്നു. 3ാമത്തെ തവണ തേർഡ് ടേം മോദിയുടെ ഹാട്രിക് എന്ന് പറയുമ്പോൾ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നുള്ളതിൽ തനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്നും കൂടി നരേന്ദ്രമോദി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിന് ഇതിനൊന്നും വലിയ മറുപടിയൊന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല. ആ രീതിയിൽ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള പ്രചാരണവും. 2019 നമ്മൾ വാശിയേറിയ പ്രചാരണമൊക്കെ കണ്ടു. ഇരുഭാഗത്തെയും നേതാക്കളൊക്കെ വളരെ സക്രിയമായിരുന്നു. ഇത്തവണ പക്ഷേ എന്തോ ഒരു മരണവീട് പോലെ ഒരു നിശബ്ദതയാണ് പൊതുവേ കോൺഗ്രസിന്റെ ആ ഒരു ക്യാമ്പിലായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തായാലും കാണാൻ കഴിയുക. എന്തിന് മമതാ ബാനർജി വരെ പറഞ്ഞില്ലേ 40 കിട്ടിയാൽ ഭാഗ്യമെന്ന്. അപ്പോൾ അതിൽ കൂടുതലൊന്നും പറയാനില്ല. അവിടെ 40 എങ്കിൽ ഇവിടെ 400. സിമ്പിൾ. Meet the editors.